HCl എങ്ങനെ കണ്ടുപിടിച്ചു? N1 is equal to weight per liter divided by equivalent mass. Weight per liter നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 3.65 divided by equivalent mass. ഒരു HCl 1 equivalent ആണ്. അപ്പോൾ മോളാർ മാസ് തന്നെയാണ് equivalent mass. അപ്പോൾ 36.5. അതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0.1 നോർമൽ കിട്ടി. 0.1 അത്രയും നോർമൽ. ഇനി നോർമാലിറ്റി ഓഫ് NaOH അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ N1 V1 is equal to N2 V2. അതിൽ N2 കണ്ടുപിടിക്കാൻ ഈ V2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ N1 V1 ഡിവൈഡ് ബൈ V2. N1 നോർമാലിറ്റി ഓഫ് HCl അത് 0.1 ഇൻറ്റു V1 അത് നമ്മുടെ ബ്യൂറേറ്റ് റീഡിംഗ് ആണ്. ഫൈനൽ വാല്യൂ ആയിട്ട് കിട്ടിയത് 19.5 ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് പിപ്പറ്റ് ചെയ്ത വോളിയം അത് എപ്പോഴും 20 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 20. ഇത് ഏതപ്പോൾ 0.0975 അങ്ങനെയാണോ? 0.0975 അത്രയും നോർമൽ. ഇനി നമുക്ക് വെയിറ്റ് പെർ ലിറ്റർ കണ്ടുപിടിക്കണം. വെയിറ്റ് പെർ ലിറ്റർ ഓഫ് NaOH. വെയിറ്റ് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ ഇത് നോക്കി, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. നോർമാലിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ആണ്. നോർമാലിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ ഇത് ക്രോസ് ഗുണിച്ചാൽ മതിയല്ലോ. നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. അപ്പൊ നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ഇസ് ഈക്വൽ ടു എന്താണ് നോർമാലിറ്റി കിട്ടിയല്ലോ 0.0975 ഇൻറ്റു ഇക്വലന്റ് മാസ് ആരുടെയാ? NaOH. NaOH 1 ഇക്വലന്റ് ആണ്. അപ്പൊ മോളാർ മാസ് ആയ 40 തന്നെയാണ് ഇക്വലന്റ് മാസ്. അപ്പോൾ 40 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 40 കൊണ്ട് മൾട്ടിപ്ലൈ. ആ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 3.9 എത്ര? 3.9 ഷാർപ്പ് 3.9 ബാക്കിയുണ്ടോ? 3.9 റൗണ്ട് ചെയ്ത് 3.9 ഗ്രാം പെർ ലിറ്റർ കിട്ടി. 3.9 ഗ്രാം പെർ ലിറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മളിവിടെ ഉണ്ടാക്കിയത് 100 ml ആണ്. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് നമ്മൾ ഇത് ഉണ്ടാക്കിയത് 100 ml ആണ്. അപ്പൊ 100 ml ആണ് മാറ്റിയത്. 1 ലിറ്ററിൽ 3.9 ആണെങ്കിൽ മാസ് ഓഫ് NaOH in the whole of the given solution. In the whole of the given solution. In the whole of the given solution. 1 ലിറ്ററിൽ 3.9 ആണെങ്കിൽ 100 ml അതിന്റെ 10 അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3.9 ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഇക്വൽ ടു ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പൊ 3.9 ഗ്രാം. അപ്പൊ നമുക്ക് 3 റിസൾട്ട് ഇവിടെ എടുത്തെഴുതണം. നോർമാലിറ്റി ഓഫ് NaOH ഇതാണ് ആദ്യത്തെ റിസൾട്ട്. നോർമാലിറ്റി ഓഫ് NaOH 0.0975 നോർമൽ. രണ്ടാമത്തെ വെയിറ്റ് പെർ ലിറ്റർ ഓഫ് NaOH അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3.9 ഗ്രാം പെർ ലിറ്റർ. ലാസ്റ്റ് മൂന്നാമത്തെ റിസൾട്ട് മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0.39 ഗ്രാം. ഈ 3 റിസൾട്ട് ഇവിടെ എടുത്തെഴുതും.